അധികാരികളുടെ അവഗണനയിൽ കഴിഞ്ഞ 10 വർഷമായി കാട് മൂടിക്കിടക്കുകയാണ് തിരുവനന്തപുരം പൊന്നറ ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടം. കെട്ടിടങ്ങൾ പുതുക്കി പണിയാൻ അധികാരികളോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് അധ്യാപകരുടെ പരാതി. കുട്ടികൾക്കായി സ്കൂളിൽ കളിയിടങ്ങളുമില്ല. ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, പൊടി പിടിച്ച ഇരിപ്പിടങ്ങൾ, കാട് കയറിയ വരാന്തകൾ 10 വർഷമായുള്ള സർക്കാർ സ്കൂളിലെ കാഴ്ചയാണിത്. ാണ് കുട്ടികൾക്ക് വേണ്ടി കെട്ടിടം തുറന്നു കൊടുത്തത്. എന്നാൽ 6 കൊല്ലം തികയും മുമ്പേ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോഴും ഒരാൾ ബയോഗ്യാസ് വേസ്റ്റ് ഇടാനായിട്ട് പോയി. ആ സമയത്താണ് ഇടിഞ്ഞത്. ഞാൻ ഓഫീസിൽ ഒപ്പിടാനായിട്ട് പോയി. ആ സമയത്താണ് ഇടിഞ്ഞു വീഴുന്നത്. 5 മിനിറ്റിൻ്റെ വ്യത്യാസം. കെട്ടിടം നശിച്ചതോടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. അധികൃതരോട് തുടർച്ചയായി പരാതിപ്പെട്ടു, നടപടിയില്ല. പരാതി ഇവിടെ ആൾക്കാരും ചാനലുകാരും അവരൊക്കെ വന്ന് ഇപ്പം ശരിയാക്കും എന്നുള്ളതൊക്കെ പറയണതല്ലാതെ ഓരോരുത്തരും വരണുണ്ട്, നോക്കണുണ്ട്, എല്ലാം ചെയ്യണുണ്ട്. ഇതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ട വിധം പഠനാന്തരീക്ഷം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാത്ത പക്ഷം ഇതുപോലെ കെട്ടിടങ്ങൾ കാട് വളർന്ന് ചിതലരിച്ചു പോകും. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.